നമസ്കാരം. IPL കലാശപ്പോരിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച് മൂന്നാം കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ 114 റൺസിന്റെ വിജയലക്ഷ്യം തേടിയിറങ്ങിയ കൊൽക്കത്ത 10.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം സ്വന്തമാക്കുകയായിരുന്നു. 19 പന്തുകളിൽ 24 റൺസ് നേടിയ നായകൻ പാറ്റ് കമ്മിൻസ് മാത്രമാണ് സൺറൈസേഴ്സിനായി പൊരുത്തിയത്. മറുപടി ബാറ്റിംഗിൽ കൊൽക്കത്ത 10.3 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. കൊൽക്കത്തയെ വിജയത്തിലേക്ക് നയിച്ചത് വെങ്കടേഷ് അയ്യറിന്റെ പ്രകടനമായിരുന്നു. 26 പന്തിൽ പുറത്താവാതെ 52 റൺസ്, റഹ്മാനുള്ള ഗുർബാസ് 32 പന്തിൽ 39 എന്നിവരുടെ പ്രകടനങ്ങളാണ്. മുൻപ് 2012-14 വർഷങ്ങളിലാണ് കൊൽക്കത്ത കിരീടം നേടിയിട്ടുള്ളത്. ഇതോടെ നായകനായും പരിശീലകനായും കിരീടം സ്വന്തമാക്കിയെന്ന ഖ്യാതി ഗൗതം ഗംഭീറിനും സ്വന്തമാക്കിയിരിക്കുകയാണ്. ടോസ് നേടി ബാറ്റിംഗിന് ഇറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് 18.3 ഓവറിൽ 113 റൺസിന് ഓൾ ഔട്ട് ആയതോടെ വിജയം ആർക്കെന്ന കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. 3 വിക്കറ്റ് വീഴ്ത്തിയ ആന്ദ്രെ റസലും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയ മിച്ചൽ സ്റ്റാർക്കും ഹർഷിത് റാണയും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തിയ ഭൈവവ് അറോറയും വരുൺ ചക്രവർത്തിയും സുനിൽ നറൈനും ചേർന്നാണ് സൺറൈസേഴ്സിനെ 113-ൽ കുടുക്കിയത്. സുനിൽ നറൈൻ വെറും 6 റൺസ് മാത്രമാണ് എടുത്തത്. തുടക്കത്തിൽ തന്നെ പുറത്തായെങ്കിലും അയ്യർ ഗുർബാസ് കൂട്ടുകെട്ട് അനായാസം ബാറ്റ് വീശിയതോടെ ഹൈദരാബാദ് ബൗളർമാർ നിഷ്പ്രഭരായി. വിജയത്തിന് തൊട്ടടുത്ത് വെച്ച് ഗുർബാസ് പുറത്തായെങ്കിലും ശ്രേയസ് അയ്യരെ കൂട്ടുപിടിച്ച് വെങ്കടേഷ് കൊൽക്കത്തയെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. വെങ്കടേഷിന്റെ ഇന്നിംഗ്സിൽ 3 സിക്സും 4 ഫോറും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സീസണിലുടനീളം ബാറ്റിംഗ് വിസ്ഫോടനം തീർത്ത ഹൈദരാബാദ് ബാറ്റർമാരിൽ ഒരാളെ പോലും തലപൊക്കാൻ അനുവദിക്കാത്ത കൊൽക്കത്ത ബൗളർമാരാണ് ഫൈനലിലെ താരങ്ങൾ. 3 വിക്കറ്റ് എടുത്ത ആന്ദ്രെ റസലും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയ മിച്ചൽ സ്റ്റാർക്കും ഹർഷിത് റാണയുമാണ് ഹൈദരാബാദ് ബാറ്റിങ്ങിനെ തകർത്തത്. IPL ഫൈനലിൽ താരങ്ങൾക്കൊപ്പം ക്യാമറ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് ഉടമകൾ കൂടിയായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉടമ ഷാരുഖ് ഖാൻ കൊൽക്കത്തയുടെ 3ാം കിരീട നേട്ടം ആഘോഷമാക്കിയപ്പോൾ ഹൈദരാബാദ് ഉടമ കാവ്യ മാരൻ കണ്ണീരണിഞ്ഞാണ് ചെപ്പോക്കിൽ നിന്ന് മടങ്ങിയത്. ഹൈദരാബാദിന്റെ വിജയങ്ങൾക്കൊപ്പം തുള്ളിച്ചാടുന്ന കാവ്യയും തോൽവിയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന കാവ്യയും ആരാധകർ നിരവധി തവണ കണ്ടിട്ടുണ്ട്. ചെന്നൈയിൽ കൊൽക്കത്തയ്ക്കെതിരെ ഫൈനൽ എത്തിയപ്പോഴും ഗാലറിയിൽ കാവ്യ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു. എന്നാൽ ഇത്തവണ തുടക്കം മുതൽ ശോകാവസ്ഥയിലൂടെയാണ് കാവ്യ കടന്നുപോയത്. സീസണിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊൽക്കത്തയുടെ സുനിൽ നറൈനായിരുന്നു. മികച്ച താരം മാത്രമല്ല, ഈ സീസണിലെ ഫാന്റസി പ്ലെയർ നരൈൻ തന്നെയാണ്. പൊതുവെ സ്പിന്നറായിട്ടാണ് നരൈൻ അറിയപ്പെടുന്നത്. 15 മത്സരങ്ങളിൽ 17 വിക്കറ്റ് എടുക്കാൻ നറൈനായിട്ടുണ്ട്. വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ 11ാം സ്ഥാനത്താണ് നറൈൻ. 22 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച പ്രകടനം. 21.64 ശരാശരിയാണ് നേട്ടം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.